വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡ് കോമ്പൻസേറ്റഡ് ഡിസൈൻ ആണ് യൂസിങ് റൂട്ട് ലോക്കസ്. ഒരു പ്രോബ്ലം ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രോബ്ലം നോക്കാം. കൺസിഡർ എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം വിത്ത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s is equal to k by s into s plus 8. Design a lead compensator to meet the following specification. Percentage overshoot is equal to 9.5%. Natural frequency of oscillation omega n is equal to 12 rad per second. And velocity error constant kv greater than or equal to 10. നമുക്കിവിടെ ജി ഓഫ് എസ് തന്നിട്ടുണ്ട്. ജി ഓഫ് എസ് എന്ന് കെ ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 8 ആണ് അവിടെ തന്നിട്ടുള്ളത്. ആൻഡ് ക്വസ്റ്റ്യനിൽ ലീഡ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യാൻ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ നമുക്ക് സ്യൂട്ടബിൾ കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ അവിടെ ലീഡ് കോമ്പൻസേറ്റർ നോക്കാം. അവിടെ പെർസെൻറ്റേജ് ഓവർഷൂട്ട് നോക്കാം. ഈ പെർസെൻറ്റേജ് ഓവർഷൂട്ട് കുറയ്ക്കാനൊക്കെ നമ്മളവിടെ ലീഡ് കോമ്പൻസേറ്റർ ആണ് യൂസ് ചെയ്യുക. അതുപോലെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മളവിടെ ലീഡ് കോമ്പൻസേറ്റർ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ലൊക്കേറ്റ് ദ ഓപ്പൺ ലൂപ്പ് പോൾസ്. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് എന്ന് പറയുന്നത് കെ ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 8 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ ലൂപ്പ് പോൾസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? 0 ആൻഡ് -8. അപ്പോൾ നമുക്കത് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യാനായിട്ട് ഒന്ന് ഒറിജിനലാണ്. അപ്പോൾ നമ്മളവിടെ ഫസ്റ്റ് പോൾ ഒറിജിനൽ മാർക്ക് ചെയ്തു. അതിൻ്റെ രണ്ടാമത്തെ പോൾ വരുന്നത് -8 അപ്പോൾ അത് രണ്ട് പോൾസ് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോമിനൻറ്റ് പോൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡോമിനൻറ്റ് പോൾ എന്ന് പറയുന്നത് എസ് ഡി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ വരുന്നത് -θ ഒമേഗ n ± j ഒമേഗ n √1 - θ² ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒമേഗ എന്നും അതുപോലെ പെർസെൻറ്റേജ് ഓവർഷൂട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒമേഗ എൻ്റെ വാല്യൂ 12 rad per second ആണ്. ആൻഡ് പെർസെൻറ്റേജ് ഓവർഷൂട്ട് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 9.5%. നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ആദ്യം പെർസെൻറ്റേജ് ഓവർഷൂട്ടിൻ്റെ ഇക്വേഷൻ എഴുതാം. പെർസെൻറ്റേജ് എം പി ഇസ് ഈക്വൽ ടു e⁻θ π / √1 - θ² ആണ്. ആൻഡ് അതിൻ്റെ വാല്യൂ നമുക്ക് എത്ര 0.095 എന്ന് എഴുതാലോ, കാരണം 9.5% ആണ്. അപ്പോൾ അത് നമ്മൾ ഇസ് ഈക്വൽ ടു 0.095 എന്നവിടെ എഴുതി. ഇനി നമ്മൾ രണ്ട് സൈഡും ലോഗ് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ എക്സ്പോണൻഷ്യലോടെ കളയാൻ പറ്റും. അപ്പോൾ ബൈ ടേക്കിംഗ് നാച്ചുറൽ ലോഗ് നമുക്ക് അവിടെ എന്ത് വരും? അപ്പോൾ എക്സ്പോണൻഷ്യൽ പോയില്ലോ. അപ്പോൾ ഈ -θ π / √1 - θ² ഈക്വൽസ് log of 0.095 എന്നവിടെ വരും. ഇനി നമ്മളുടെ രണ്ട് സൈഡിലും LHSലും RHSലും നമ്മളവിടെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഈ റൂട്ട് കളയാൻ പറ്റും. അപ്പോൾ അവിടെ θ² π² / 1 - θ² is equal to log 0.095 the whole square എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 5.54 ആണ് അവിടെ വരുന്നത്. നമ്മളവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ θ² π² is equal to 5.54 into 1 - θ² എന്ന് വരും. അതിനുശേഷം നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് θ² ടേംസ് ഒക്കെ നമ്മൾ ഒരുമിച്ചാക്കി. അപ്പോൾ അവിടെ എന്ത് വരും? θ² into π² plus 5.54 is equal to 5.54 എന്ന് വരും. അപ്പോൾ സീറ്റയുടെ വാല്യൂ നമുക്ക് എത്ര വരുന്നത്? √5.54 by π² plus 5.54. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 0.6 എന്ന് വരും. ഇനി നമ്മൾ ഡോമിനൻറ്റ് പോളിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സീറ്റ നമ്മൾ 0.6 കണ്ടുപിടിച്ചു. ആൻഡ് ക്വസ്റ്റ്യൻ ഒമേഗ n 12 rad per second തന്നിട്ടുണ്ട്. എസ് ടി ഇസ് ഈക്വൽ ടു നമ്മുടെ -0.6 into 12 ± j 12 into √1 - θ². സീറ്റയ്ക്ക് 0.6 ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടെ വാല്യൂ എത്ര വരുന്നത്? -7.2 ± j 9.6 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഡോമിനൻറ്റ് പോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ലൂപ്പ് പോൾസ് വെച്ചിട്ട് നമ്മൾ എന്താണ് അവിടെ പോൾ 0 പ്ലോട്ട് വരച്ചു. അപ്പോൾ ഫസ്റ്റ് പോൾ വരുന്നത് ഒറിജിനിലും രണ്ടാമത്തെ പോൾ വരുന്നത് -8ലുമാണ്. അപ്പോൾ അത് ആദ്യം മാർക്ക് ചെയ്തു. ഇനി അതിന് ശേഷം നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഡോമിനൻറ്റ് പോൾ ഉണ്ടല്ലോ എസ് ഡി. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് -7.2 ± j 9.6 അപ്പോൾ അത് റിയൽ ആക്സിസിലെ -7.2 ആൻഡ് ഇമാജിനറി ആക്സിസിലെ j 9.6. മീറ്റ് ചെയ്യണ പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു പോയിന്റ് ആണ്. അപ്പോൾ അവിടെ നമ്മളവിടെ എസ് ഡി മാർക്ക് ചെയ്തു. അതായത് അതാണ് ഇവിടെ ഡോമിനൻറ്റ് പോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡോമിനൻറ്റ് പോളിൽ നിന്നിട്ട് ഒറിജിനിലേക്കുള്ള, അതായത് ഫസ്റ്റ് പോള് നമ്മുടെ ഒറിജിനിലാണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ലൈൻ നമ്മളവിടെ വരച്ചു. അപ്പോൾ ആ ലൈൻ വരച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഈ ഡോമിനൻറ്റ് പോളിൽ നിന്നിട്ട് നമ്മുടെ നെഗറ്റീവ് റിയൽ ആക്സിസ് ഉണ്ടല്ലോ, ആ ആക്സിസിനെ പാരലായിട്ടും നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്തു. അതാണ് ഇവിടെ ഈ AP എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദ ഫേസ് ആംഗിൾ ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ലീഡ് നെറ്റ്വർക്ക്. അപ്പോൾ നമ്മളൊരു ലീഡ് നെറ്റ്വർക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര ആംഗിൾ ഈ നെറ്റ്വർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതാണ് നമ്മളവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്.
ആ ഫേസ് ആംഗിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 5 വെച്ചിട്ടാണ്. ഇക്വേഷൻ വരുന്നത് 5 is equal to sum of angles contributed by poles of uncompensated system. നമ്മുടെ സിസ്റ്റത്തിലുള്ള ഓപ്പൺ ലൂപ്പ് പോൾസ് ഉണ്ടല്ലോ, അത് എത്ര ആംഗിൾ ആണോ കൊടുക്കുന്നത്, മൈനസ് സം ഓഫ് ആംഗിൾസ് കോൺട്രിബ്യൂട്ടഡ് ബൈ സീറോസ് ഓഫ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒറിജിനെ നമുക്ക് അവിടെ O എന്ന് പറഞ്ഞിട്ട് അവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ SD-യിൽ നിന്നിട്ട് നമുക്ക് ഈ പോൾ സെക്കൻഡ് പോൾ എന്ന് പറയുന്നത് -8-ലല്ലേ, അപ്പോൾ ആ പോളിലേക്കും നമ്മളൊരു ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ ആംഗിൾ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈ പോൾസ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ അതായത് ഫസ്റ്റ് പോൾ ഇവിടെ ആംഗിൾ എത്ര, നമ്മളിത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് അവിടെ θ1 ആണ്, അതായത് ആംഗിൾ കോൺട്രിബ്യൂട്ടഡ് ബൈ ഫസ്റ്റ് പോൾ. ആൻഡ് സെക്കൻഡ് പോൾ എന്ന് പറയുന്നത് അവിടെ θ2. നമ്മളത് ഈ സെക്കൻഡ് പോളിൽ ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് അവിടെ θ2 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ θ1 ആൻഡ് θ2 മെഷർ ചെയ്യണം. നമ്മൾ θ1 കണ്ടുപിടിക്കാനായിട്ട് 180 നിന്നിട്ട് ഈ ഒരു ആംഗിൾ കുറച്ചാൽ മതി. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താ, ഇവിടെ ഈ ഡിസ്റ്റൻസ് പറയുന്നത് 9.6 ആണ്, അതിൻ്റെ ഇവിടുന്ന് ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് പറയുന്നത് 7.2 ആണ്. അവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് 9.6 ബൈ 7.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. 180 ഡിഗ്രി എന്നിട്ട് ആ ആംഗിൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 127 ഡിഗ്രി കിട്ടും. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, θ1 is equal to 180 മൈനസ് ടാൻ ഇൻവേഴ്സ് 9.6 ബൈ 7.2. അവിടെ ആൻസർ വരുന്നത് എത്ര, 127 ഡിഗ്രി. ഈ θ2 നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇതേപോലെ തന്നെ ഇവിടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ 9.6 ആണ്, ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇവിടെ 8 മൈനസ് 7.2 ആണ് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, θ2 is equal to tan inverse 9.6 by 8 minus 7.2. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 85 ഡിഗ്രി എന്നവിടെ വരും. അപ്പോൾ θ1 θ2 നമ്മളിവിടെ കണ്ടുപിടിച്ചു. നമ്മൾ റൂട്ട് ലോക്കസിൽ നിന്നിട്ട് θ1 ആൻഡ് θ2 കണ്ടുപിടിച്ചിരുന്നു, അതായത് സം ഓഫ് ആംഗിൾസ് കോൺട്രിബ്യൂട്ടഡ് ബൈ പോൾസ് ഓഫ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം. ഇപ്പോൾ പോൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആംഗിളാണ് നമ്മളവിടെ ഈ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് എത്ര വരുന്നത്, 127 പ്ലസ് 85 എന്ന് പറയുന്നത് 212 ഡിഗ്രി എന്നവിടെ വരും. നമുക്കിവിടെ സീറോസ് ഒന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആംഗിൾ കോൺട്രിബ്യൂട്ടഡ് ബൈ സീറോസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, 0 ഡിഗ്രി ആണ് വരുന്നത്. സോ 5 is equal to നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 212 നമുക്ക് സീറോസിൻ്റെ ആംഗിൾ ഇല്ലാത്ത കാരണകൊണ്ട് അവിടെ പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു 180 ഡിഗ്രി എന്ന് വരും. നമ്മൾ n എപ്പോഴും നമ്മളവിടെ 1 ആണ് ഇട്ട് കൊടുക്കുക. ആൻഡ് നമ്മൾ എത്ര, അപ്പോൾ 5ൻ്റെ ഇക്വേഷൻ എങ്ങനെ വരാം, 212 നമ്മൾ എടുക്കുക മൈനസ് ആണ്, അവിടെ മൈനസ് 180 ഡിഗ്രി എത്ര വരുന്നത്, 32 ഡിഗ്രി എന്നവിടെ വരും. ഇതാണ് എന്താണ് ഈ ഫേസ് ആംഗിൾ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ലീഡ് നെറ്റ്വർക്ക്. ഇനി നമ്മളിവിടെ ആ ആംഗിൾ APO ഉണ്ടല്ലോ, അതിൻ്റെ ബൈസെക്ടർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനാണ് ഈ ഒരു ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഈ താഴെ വരുന്ന ഈ ഒരു പോയിന്റിന് നമ്മളിവിടെ C എന്നവിടെ മാർക്ക് ചെയ്തു. സോ നമ്മളിവിടെ ആംഗിൾ കോൺട്രിബ്യൂട്ടഡ് ബൈ ലീഡ് നെറ്റ്വർക്ക് നമ്മൾ 32 ഡിഗ്രിയുടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 32 ഡിഗ്രിയുടെ പകുതി നമ്മൾ 16 ഡിഗ്രി ഈ ആംഗിൾ ബൈസെക്ടറിൽ നിന്നിട്ട് നമ്മൾ ഇവിടെ മുകളിലേക്കും വരച്ചു, അതുപോലെ താഴേക്കും വരച്ചു. അപ്പോൾ അതവിടെ എഴുതിയിട്ടുള്ളത് ടേക്ക് CPD is equal to ആംഗിൾ BPC is equal to 5/2, അതായത് 32/2 60 ഡിഗ്രി. അപ്പോൾ ഒരു 60 ഡിഗ്രി നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്താണ് ഇങ്ങനെ വരച്ചു. അപ്പോൾ അത് ഈ ഒരു പോയിന്റിലാണ് ഇവിടെ മീറ്റ് ചെയ്യണത്. ആൻഡ് 60 ഡിഗ്രി താഴേക്ക് വരച്ചപ്പോൾ നമുക്കത് ഇവിടെ മീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ BPC ഈക്വൽസ് അവിടെ CPD നമുക്കവിടെ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഈ D എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നമുക്കിവിടെ ഒരു 0 മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ കോമ്പൻസേറ്ററിൻ്റെ 0 എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് B എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അത് മീറ്റ് ചെയ്യുന്നതോട് നമുക്ക് അവിടെ ഒരു പോളും മാർക്ക് ചെയ്യാം. ഇതാണ് അവിടെ കോമ്പൻസേറ്ററിൻ്റെ പോളിൻ്റെ ലൊക്കേഷനും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ 0ൻ്റെ ലൊക്കേഷൻ വരുന്നത് ZC is equal to -9.1 അതുപോലെ പോളിൻ്റെ ലൊക്കേഷൻ വരുന്നത് PC is equal to -16.25 ആണ്. എന്നിട്ട് നമ്മളവിടെ ഡോമിനൻറ്റ് പോളിൽ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാ പോൾസിലേക്കും സീറോസിലേക്കും നമ്മളിവിടെ ഓൾറെഡി ലൈൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ നമുക്കവിടെ നെയിമിങ് കൊടുക്കാം. അതായത് ഈ ഫസ്റ്റ് പോളിലേക്കുള്ള ലൈൻ ഉണ്ടല്ലോ ഒറിജിനലുള്ള എനിക്ക് L1, ഈ ഒരു പോളിലേക്കുള്ള എൻ്റെ L2 ആൻഡ് ഇവിടുത്തെ സീറോയിനെ നമ്മളിവിടെ L3 ആൻഡ് ഇവിടുത്തെ പോളിനെ നമ്മളിവിടെ L4 എന്നവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മളിവിടെ L1, L2, L3 ആൻഡ് L4 നമ്മളിവിടെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാം.
മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് കെ കണ്ടുപിടിക്കാൻ പറ്റും. കെ എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്താൽ വെക്ടർ ലെങ്ത് ഫ്രം ഡോമിനൻറ്റ് പോൾ ടു ഓൾ പോൾസ്. അപ്പോൾ അത് L1ഉം L2ഉം L4 ആണ് പോളിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ലൈൻ വരുന്നത്. അപ്പോൾ അത് ന്യൂമറേറ്ററിൽ അത് മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് 0ലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടുള്ള ലൈൻ L3 ആണ്. അപ്പോൾ അത് വെച്ച് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതാണ് അവിടെ L1 × L2 × L4/L3. നമുക്ക് മെഷർ ചെയ്തപ്പോൾ വന്ന ലെങ്ത്തുകൾ എന്തൊക്കെയാണ്? 12.15 ആണ് L1 കിട്ടിയത്, L2 9.2, L3 9.9 ആൻഡ് L4 13.3. നമ്മളത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരാം? നമുക്ക് 150 എന്ന് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക നമ്മൾ റൂട്ട് ലോക്കസിൽ നിന്നിട്ട്. നമുക്ക് റൂട്ട് ലോക്കസിൽ നിന്നിട്ട് ZC ആൻഡ് PC നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് GCFSലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് S+ZC/S+PC എന്ന് പറയുന്നത് നമുക്കിവിടെ സൈൻ നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അതിൻ്റെ വാല്യൂ മാത്രമാണ് അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ S+9.1/S+16.25 എന്ന് GCFS കിട്ടി. നമുക്ക് വേണമെങ്കിൽ T കണ്ടുപിടിക്കാൻ പറ്റും. T എന്ന് പറയുന്നത് 1/ZC എന്ന് വരും. അപ്പോൾ 1/9.1 എന്ന് പറയുന്നത് 0.11 ആൻഡ് ആൽഫ എന്ന് പറയുന്നത് 1/PC × T ആണ്. അപ്പോൾ PC എന്ന് പറയുന്നത് എത്രയാണ്? 16.25ഉം T നമ്മൾ കണ്ടുപിടിച്ച് 0.11ഉം. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരാം 0.56 ആണ്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ഈ GCFSൻ്റെ ആണ് നമുക്കിവിടെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അവിടെ R(S) എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ അവിടെ കോമ്പൻസേറ്റർ GCFSൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ എന്ത് ചെയ്ത് S+9.1/S+16.25 ഇതാണ് GCFSൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ആൻഡ് G(S) എന്ന് പറയുന്നത് 150/S × S+8. ഔട്ട്പുട്ട് CFSഉം ആൻഡ് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് എന്താണ് കോമ്പൻസേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ G0FS എഴുതുമ്പോൾ നമുക്ക് ഈ രണ്ട് ബ്ലോക്ക് കാസ്കേഡ് ചെയ്താൽ മതി. അവിടെ 150 × S+9.1/S × S+8 × S+16.25 എന്ന് നമുക്ക് വരും. ഇതാണ് ഇവിടെ G0FS എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെക്ക് ഫോർ എറർ റിക്വയർമെൻറ്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് KV എന്ന് പറയുന്നത് > 10 വരണം എന്ന്. നമ്മളവിടെ ചെക്ക് ചെയ്യണം. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് KV = limit S tends to 0 of S into G0FS ആണ്. G0FS അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഇത് വരും S × 150 × S+9.1/S × S+8 × S+16.25 എന്ന് വരും. അവിടെ S അവിടെ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. അതിനുശേഷം നമ്മളവിടെ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യാം. 150 × 9.1/8 × 16.25 അതിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 10.5 എന്ന് നമുക്ക് അവിടെ വരും. അതായത് നമുക്ക് > 10 KVയുടെ വാല്യൂ വന്നു. സോ നമുക്ക് അവിടെ ഡിസൈൻ ഈസ് അക്സെപ്റ്റബിൾ. അപ്പോൾ ഇങ്ങനെയാണ് ലീഡ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യുക.